സ്ഥാവരം ജംഗമം വ്യാപ്തം യേന കൃഷ്ണം ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. സ്നേഹം നിറഞ്ഞ എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും വിനീത നമസ്കാരം. വേദാന്ത വിശ്വവിദ്യാലയത്തിലെ എല്ലാ പഠിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങൾക്കും വിഷുദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരു ആദ്യമായി കിട്ടിയ ദർശനമാണ് ശ്രീകൃഷ്ണ ദർശനം. ഭൂയോവൃത്തി നിവർത്തയായി ഭുവനവും തത്തിൽ തിരോഭൂതയായി പീയൂഷത്തിൽ നിലീനമായി ചുഴലവും ശോഭിച്ചു ദിവ്യപ്രഭ മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൽ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുവിന്റെ ആദ്യത്തെ ദർശനം, അതായത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദർശിച്ച് ആ ആനന്ദത്തിൽ ബോധരഹിതനായി ആണ് ആദ്യമായിട്ട് ഗുരുവിന്റെ ദർശനം കിട്ടുന്നത്. ആ ഗുരു ആകുന്നതിന് മുമ്പ് നാരായണനാണ് ആ ദർശനം കിട്ടുന്നത്. അപ്പൊ നാരായണൻ ഈ ദർശനം കിട്ടി 6ഓളം ദർശനങ്ങൾ കിട്ടിയാണ് ആ ബോധോദയം, അതായത് ശരിക്കും ആത്മജ്ഞാനം കിട്ടിയാണ് നാരായണ ഗുരുവായി തീർന്നത്. ആ ഗുരുവിന്റെ ആ തലങ്ങളെയെല്ലാം ഗുരു തന്നെ ഓരോ ജ്ഞാനാമൃതങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമുക്ക് ഇന്ന് വേദാന്ത വിശ്വവിദ്യാലയത്തിൽ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശൻ വിജയൻ സാറ് വളരെ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നു, സാറിന്റെ അത്യാഗ്രഹമാണ് നമ്മളെ ഇത് പഠിപ്പിക്കണമെന്ന്. അപ്പൊ ആ അത്യാഗ്രഹത്തോട് ഇരിക്കുന്ന ഒരു ആചാര്യനാണ് വിശ്വപ്രകാശൻ വിജയൻ സാറ്. അപ്പൊ സാറിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ പഠിതാക്കളുടെ എല്ലാവരുടെയും പേരിലുള്ള വിഷുദിന ആശംസകൾ നേരുന്നു. പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരു ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദിവ്യപ്രഭയിൽ ആണ് ഗുരു ദർശിച്ചതെന്ന് രേഖപ്പെടുത്തിയത്. കാലക്രമേണ ഗുരുവിനെ ദേവനാക്കി ഗുരുവിനെ എത്രമാത്രം കേൾത്താവോ എന്ന് പറയുന്ന ആ സജ്ജനങ്ങൾ തന്നെയാണ് ഗുരുവിനെ കണ്ടത് ദീപപ്രഭയാക്കി കളഞ്ഞു. ദീപപ്രഭയും ദിവ്യപ്രഭയും രണ്ടാണ്. ഇത് കൃത്യമായി ഒറിജിനൽ രേഖയുണ്ട് എന്നുള്ള വിവരം ഇവർക്കറിയുമോ എന്നറിയില്ല. എന്നാലും വലിയൊരു ജനക്കൂട്ടം ഇന്നും ദീപപ്രഭയും കൊണ്ട് നടക്കുക. ആ ദീപപ്രഭയിൽ നിങ്ങൾ അറിയുക, ദീപത്തിന്റെ അടിയിൽ നിഴലുണ്ട്. ആ നിഴൽ അപകടകാരിയാണ്. എങ്കിൽ ദിവ്യമായ പ്രഭയിൽ നിഴലില്ല. ദിവ്യമായ പ്രഭ എന്ന് പറയുന്നത് സൂര്യനാണ്. പ്രോജ്വലിക്കുന്ന സൂര്യനെ പോലെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ നാരായണൻ ദർശിച്ചത്. ആ ദർശനം പിന്നെ അങ്ങോട്ട് ശിവദർശനം, സുബ്രഹ്മണ്യ ദർശനം എല്ലാം കിട്ടി 6ഓളം ദർശനങ്ങളിലൂടെ ഗുരു മരുത്വാമലയിൽ കഠിനമായ തപസ്സിൽ ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തിയിൽ നിന്ന് ആത്മജ്ഞാനം കിട്ടി. നാരായണൻ എന്ന മനുഷ്യൻ നാരായണ ഗുരുവായി തീർന്നു, അറിവായി തീർന്നു. ആ ശരീരം ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ച് ആ അറിവിലേക്ക് ആ പ്രകാശ സ്വരൂപനായി മാറി എന്നുള്ള സത്യം എന്തുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും ചിന്തിക്കുക. നല്ല ഒരറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്ന് വിഷു വളരെ മനോഹരമായി എല്ലായിടവും ആഘോഷിക്കുമ്പോൾ ഗുരു കൃത്യമായി ഇതിൻ്റെ എല്ലാം തെളിവ് ഉൾപ്പെടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വിചിന്തനം ചിന്തിക്കാനും ആ ശ്രീകൃഷ്ണ ദർശനവും ശ്രീ വാസുദേവഷ്ടവും എല്ലാം സ്മരിച്ച് നമുക്ക് വിഷു ഭക്തിസാന്ദ്രമായി ആഘോഷിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടെ വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ വർത്തമാനം തുടരുന്നതാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭക്തിപൂർവ്വം
തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്ത്.